KSRTC ബസ്സിൽ പോകുന്ന യാത്രക്കാർക്കൊക്കെ സന്തോഷ വാർത്തയുണ്ട്. ബസ്സുകളുടെ സ്റ്റെപ്പിന്റെ ഉയരം കാരണം ഇനി മുതൽ കയറി ഇറങ്ങാൻ ബുദ്ധിമുട്ടേണ്ട. ചവിട്ടുപടികളുടെ ഉയരം കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് KSRTC. KSRTCയിൽ യാത്ര ചെയ്യുന്നവരിൽ അധികവും പ്രായമായ ആളുകളാണ്. പ്രായമായ സ്ത്രീകളും അതുപോലെ തന്നെ അംഗപരിമിതരും ഒക്കെ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ഒന്നാണ് KSRTC. പക്ഷേ അവർക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി ഈ ഉയരം കൂടിയ പടിക്കെട്ടുകൾ ചവിട്ടിക്കയറുക എന്നുള്ളതാണ്. ആരുടെയെങ്കിലും സഹായമില്ലാതെ അവർക്ക് വാഹനത്തിനുള്ളിലേക്ക് കയറാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് സൗകര്യപ്രദമാകുന്നതിന് വേണ്ടി ഈ പടിക്കെട്ടുകളുടെ ഉയരം കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് KSRTC. ചില KSRTC ബസ്സുകളിൽ കയറാൻ ആരോഗ്യമുള്ളവർക്ക് പോലും കടുപ്പമാണ്. പ്രായമായവരുടെയും കുട്ടികളുടെയും അംഗപരിമിതരുടെയും ദുരിതം പറയേണ്ടതില്ലല്ലോ. ഈ സ്ഥിതി മനസ്സിലാക്കിയാണ് ചവിട്ടുപടികളുടെ ഉയരം കുറയ്ക്കാനുള്ള തീരുമാനം. ആയം കൂടിയവർക്ക് കയറാനും ഇറങ്ങാനും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിലർ വീണു പോകാറുണ്ട്. പൊക്കമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇതിനടുത്ത് മുകളിലോട്ട് ചാടി കയറാം. പക്ഷേ എന്നെ പോലെയുള്ള പൊക്കം കുറഞ്ഞ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. കുറച്ചും കൂടെ താഴ്ത്തി വരണം വെച്ചാൽ ബുദ്ധിമുട്ടില്ലാതെ കയറാൻ പറ്റും. മുഴുവൻ ബസ്സുകളുടെയും ചവിട്ടുപടിയുടെ അളവെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചില ബസ്സുകളിൽ 40 സെന്റിമീറ്ററിന് മുകളിലാണ് ആദ്യ ചവിട്ടുപടി. രണ്ടാമത്തെ പടിക്ക് ഒരടി വരെ ഉയരമാകാമെന്നാണ് വ്യവസ്ഥകളിൽ വലഞ്ഞ യാത്രക്കാർക്ക് എന്തായാലും ഇനി സന്തോഷിക്കാം. വലിയ ഉപകാരം, അത് വലിയ ഉപകാരം. നമ്മളെ പോലെയുള്ളവർക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല തന്നെ. അത് വളരെ നേരത്തെ ചെയ്യേണ്ട കാര്യമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ ചവിട്ടുപടിയുടെ ഉയരം കുറയ്ക്കുന്നത് അറിവില്ലായ്മയാണെന്ന് വർക്ക്ഷോപ്പ് ജീവനക്കാർ പറയുന്നുണ്ട്. ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിലത്തെ ആ സ്പ്രിംഗ് പ്ലേറ്റ് ഇല്ലേ, ഇതുകൊണ്ട് ഇല്ല കാണുന്ന കട്ടിക്കടിക്ക് വെച്ചേക്കണ ആ പ്ലേറ്റിൻ്റെ അടിയിലൊരു തുണ്ട് പ്ലേറ്റൂടെ കയറ്റും. അപ്പോൾ ശകലം പൊക്കം കൂടും. അപ്പോൾ പൊക്കം കൂടുമ്പോഴേ ആളുകൾ ചവിട്ടി പഴയതിനേക്കാളും താഴെ വരും. ഫുട്ബോൾ തറയിൽ തട്ടുമ്പം വല്ല ചെറിയ കല്ല വല്ലതൊക്കെ കിടക്കണമെങ്കിൽ ഫുട്ബോളെല്ലാം കൂടെ ഇളകി പോകും. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. അങ്ങനെ ആ പ്രശ്നത്തിനും ഒരു പരിഹാരമായി